എപ്പിസോഡിൻ്റെ ടൈറ്റിൽ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്തോ ഒരു പന്തേട് തോന്നിയിട്ടുണ്ടാവും അല്ലേ? ലെറ്റ്സ് നോർമലൈസ് ഡിവോഴ്സോ, ഇവനെന്തോ ഈ തേങ്ങയാണ് ഈ പറയാനായിട്ട് പോകുന്നതെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും എന്നറിയാം. എന്തായാലും അത് കേൾക്കാനായിട്ടാണല്ലോ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ തന്നെ കയറി ക്ലിക്ക് ചെയ്തതെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം, ഒരു റിലേഷൻഷിപ്പ് അതില്ലാണ്ടാവാനായിട്ട് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നമായിരിക്കാം, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ഈഗോ ഇഷ്യൂസ് ആയിരിക്കാം, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു എപ്പിസോഡ് ഒരിക്കലും നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാനായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാണ്ടിരിക്കാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നുമല്ല. ഡിവോഴ്സിനെ കുറിച്ചുള്ള നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു വ്യൂസ് ഉണ്ടല്ലോ, അതിനെയൊക്കെ ഒന്ന് ക്രിറ്റിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ കുറച്ച് ബിലീഫ്സും കുറച്ച് ഫാക്ട്സ് ഒക്കെ ഒന്ന് പറയാമെന്നുള്ള അതിൻ്റെ ഒരു ഒറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കമ്മിങ് ഇൻ ടു അവർ ടോപ്പിക്, ഡിവോഴ്സ്. എന്താണ് ഈ പറഞ്ഞ ഡിവോഴ്സ്? പരസ്പരം ഒത്തുപോകാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ട രണ്ടാൾക്കാർ വേർപിരിയാനായിട്ട് എടുക്കുന്ന ഒരു ഡിസിഷനാണ് ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ പരസ്പരം ഒത്തുപോകാൻ പറ്റാത്തത്? അതിൻ്റെ ഇടയിലുണ്ടാകുന്ന കുഞ്ഞു പ്രശ്നങ്ങളാണ്, പരസ്പരം മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ അതൊന്നിരുന്ന് സംസാരിച്ചിട്ട് അതൊന്ന് സോൾവ് ചെയ്യാമെന്ന് പറയാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. അവർ വന്ന് സോൾവ് ചെയ്യട്ടെ, ഞാൻ പോകില്ല എന്നുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഈഗോ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞ ഡിവോഴ്സിലേക്ക് നിങ്ങളെ നയിക്കുന്ന റീസൺസ്? പരസ്പര ധാരണ ഇല്ലായ്മയാണ്. ഒരാളുടെ ലൈക്സ് എന്താണെന്നും ഡിസ്ലൈക്സ് എന്താണെന്നും ഡ്രീംസ് എന്താണെന്നും പാഷൻ എന്താണെന്നും വ്യൂസ് എന്താണെന്നും ഒന്നും അറിയാണ്ടുള്ള വിഭാഗങ്ങളാണ്, ഒന്നും മനസ്സിലാക്കാണ്ടുള്ള വിഭാഗങ്ങളാണ്. എനിക്കറിയാം, നിങ്ങളിപ്പോൾ പറയും എത്രയോ അറേഞ്ച് മാരേജൊക്കെ നല്ല പോലെ പോകുന്നില്ലേ എന്നുള്ളത്. അല്ലെങ്കിൽ എത്ര അറിഞ്ഞിട്ടും അല്ലെങ്കിൽ എത്ര പ്രണയിച്ചിട്ടും എത്ര കാലം കൂടെ ഉണ്ടായിരുന്നിട്ടും ആൾക്കാർ തമ്മിൽ ഡിവോഴ്സ് ചെയ്യുന്നില്ലേ എന്നുള്ളതൊക്കെ. അതിലേക്കൊക്കെ വരാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡിവോഴ്സിലേക്കുള്ള റീസൺസ് ആയിരുന്നല്ലോ. ഈ ഡിവോഴ്സിലേക്ക് നയിക്കുന്ന മറ്റൊരു റീസണാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ്. അതായത് നിങ്ങൾ കല്യാണത്തിന് ശേഷവും നിങ്ങളുടെ പഴയ ലവറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മറ്റു ആൾക്കാരുടെ കൂടെയൊക്കെയുള്ള ആ ഒരു അഫെയർസ് എന്ന് പറയുന്നത്. ഐ എം നോട്ട് സേയിങ് അബൌട്ട് ദ ഫ്രണ്ട്ഷിപ്സ് ഹിയർ. കീപ്പിംഗ് എ ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് ദം ഈസ് ഓൾവേസ് ബെറ്റർ. പക്ഷേ അതിൻ്റെ ആ ഒരു ഹെൽത്തി ബൗണ്ടറീസൊക്കെ ക്രോസ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്നുള്ളത്. ഒരിക്കലും അത് നിങ്ങളുടെ പാർട്ട്ണറിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഇഫ് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബട്ട് യു ലീവ് ദം. അല്ലാതെ അവരെയും വെച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാരിലേക്ക് കയറി ചെല്ലുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് നൈസ് അല്ലേ? എന്താണ് ഡിവോഴ്സിലേക്ക് നയിക്കുന്ന മറ്റൊരു റീസണാണ് ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളത്. അതായത് ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ രണ്ടാൾക്കാർക്കും സെയിം ഇൻവോൾവ്മെൻ്റ് ആണല്ലോ, സെയിം എഫേർട്സ് രണ്ടുപേരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ മാത്രമല്ലേ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ അവരെന്താ വെച്ചാകട്ടെ, അവരുടെ അടുത്ത് കെയർ ചെയ്യാണ്ട് അല്ലെങ്കിൽ ഒരു എഫേർട്സ് ഇടാണ്ട് സ്ട്രെസ്സ് മുഴുവൻ ഒരാളുടെ ഭാഗത്ത് കെട്ടി വെച്ചിട്ട് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ബിഹേവിയർ ഉണ്ടല്ലോ. അതിനോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാർക്കും ഇനി പറയാനായിട്ട് പോകുന്ന കാര്യങ്ങൾ നല്ലപോലെ കൊള്ളുന്നറിയാം. എന്നോട് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യമൊക്കെ തോന്നുന്നറിയാം. ചിലപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കാം. ബട്ട് കുറച്ചൊന്ന് സമാധാനത്തിൽ ഇനി പറയാനായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യപ്പെടാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കമ്മിറ്റ്മെൻറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നി ആ ഒരു നിമിഷവും നിങ്ങൾക്ക് ഈ എപ്പിസോഡ് കേൾക്കാനായിട്ട് നിങ്ങളെടുത്ത് ഒരു എഫേർട്ട് ഉണ്ടല്ലോ. എൻ്റെ പാർട്ട്ണർ കൂടെ വേണം, എനിക്ക് അവളെ അല്ലെങ്കിൽ അവനെ ലൂസ് ചെയ്യാനായിട്ട് പറ്റൂല എന്ന് നിങ്ങളെ തോന്നിപ്പിച്ച ഒരു കാര്യം ഉണ്ടല്ലോ. ആ ഒരു എഫേർട്ട്, അതാണ് കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്രമാത്രം കമ്മിറ്റ്മെൻറ്റ് ഉണ്ടോ അത്രത്തോളം അതവിടെ നിലനിന്ന് പോകുന്നതാണ്. മറ്റൊരു റീസണാണ് അനാവശ്യ വഴക്കുകളും തർക്കങ്ങളും എന്നുള്ളത്. വളരെ ചെറിയ പ്രശ്നമായിരിക്കും, ഒരു ചെറിയൊരു പ്രശ്നം പ്രോപ്പറായി കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്ന ഒരവസ്ഥ എന്നുള്ളത്. അതിൻ്റെ പേരിൽ വീണ്ടും പറഞ്ഞ് ലൈക്ക് പണ്ടെപ്പോഴും നടന്ന കാര്യങ്ങളൊക്കെ അതിലേക്ക് എടുത്തിട്ടിട്ട് ലൈക്ക് പഴയ ഏതോ റിലേഷൻഷിപ്പിൻ്റെ കഥ വരെ അതിലേക്ക് വലിച്ചിടുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ചില ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്യാനായിട്ട് അപ്പോൾ തന്നെ ഒരു എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. വിനീത് ശ്രീനിവാസൻ്റെ ഏതൊരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, അവരുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റ് വരുമ്പോൾ അതൊന്ന് മാക്സിമം അന്ന് ഉറങ്ങുന്നതിന് മുന്നേ തന്നെ അവരത് സംസാരിച്ച് തീർക്കുന്നു എന്നുള്ളത്. അതിനുവേണ്ടി അവർ ആ ഒരു എഫേർട്ട് ഇടുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രശ്നം അപ്പം തന്നെ അവിടെ സോൾവ് ആവുകയാണെന്നുള്ളതാണ്. അല്ലാണ്ട് അവർ വന്ന് സോറി പറയട്ടെ എന്ന് വിചാരിച്ച് രണ്ടുപേരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക്. ഈഗോ മാത്രമാണ് അവിടെ ജയിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ തോറ്റു പോവുകയാണെന്നുള്ളതാണ്. സോ പ്ലീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഫൈറ്റ് ചെയ്ത് തീർക്കാതെ ജസ്റ്റ് ട്രൈ ടു സോൾവ് ഇറ്റ്.
സംസാരിക്കൂ എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, ഒരിക്കലും ഒരു റിലേഷൻഷിപ്പും പെർഫെക്റ്റ് അല്ല. നമ്മളിപ്പോൾ നിങ്ങൾ ഹെൽത്ത് റിലേഷൻഷിപ്പിലൊക്കെ ആയിരിക്കണം എന്നൊക്കെ പറയുമെങ്കിലും എവിടേക്കോ ചെറിയ ചെറിയ ടോക്സിറ്റിയൊക്കെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത്. സം കൈൻഡ് ഓഫ് പോസിറ്റീവ്നെസ് ഒക്കെ നമ്മളെ ലൈഫിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പലപ്പോഴായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എങ്കിലും ഞാൻ പറയുകയാണ്. ഇഫ് അവർക്ക് നിങ്ങളെ വേണം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരൊരിക്കലും നിങ്ങളെ ലൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് പോലും ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. അവർക്കതിന് പറ്റില്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, ലവ് റിലേഷൻഷിപ്പ് ആവട്ടെ, മാരേജ് ആവട്ടെ, എന്താവട്ടെ, ഒരാളുടെ ഭാഗത്തു നിന്ന് എഫേർട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ യു ലീവ്. അവർ പോട്ടെ. സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. ഈ സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ പ്രണയിക്കുന്ന ടൈമിൽ നമ്മളിങ്ങനെ പറയും, എന്തിനാണ് അവളുടെ അടുത്തല്ലേ അല്ലെങ്കിൽ അവൻ്റെ അടുത്തല്ലേ, ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ ഈ ഒരു ജനറേഷൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഴപ്പമെന്നല്ല, ഈ ജനറേഷനിലെ ആൾക്കാരുടെയൊക്കെ ഒരു തോട്ട് ഒരു ബിലീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിലേഷൻഷിപ്പിനേക്കാളും സിറ്റുവേഷൻഷിപ്പാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ്. ഒരാളുടെ അടുത്ത് സംസാരിച്ചിട്ട് അവരുടെ കൂടെ കമ്പനിയായി അവരുടെ കൂടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് അവരെയൊക്കെ സ്പെഷ്യലാണെന്നൊക്കെ തോന്നിപ്പിച്ചിട്ട് അവസാനം മെല്ലെ അവരെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കുക എന്നുള്ളത്, നൈസായിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളത്. ഡെയിലി കോൺവേഴ്സേഷൻസിൽ നിന്ന് വല്ലപ്പോഴുള്ള മെസ്സേജസ് ഒക്കെ ആയിട്ട് അത് മാറുന്നു എന്നുള്ളത്. ചിലപ്പോൾ ആ ഒരു ടൈമായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് അത് നമ്മുടെ മാത്രം എഫേർട്സ് ആയിരുന്നു എന്നുള്ളത്. അവർക്ക് ഒരു സമയത്ത് ഇത് വേണ്ടാന്ന് തോന്നിക്കഴിയുമ്പോൾ അവരിട്ട് പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഹേർട്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ മാത്രമാണ് എന്നുള്ളതാണ്. എന്നിട്ടും വീണ്ടും നമ്മൾ എഫേർട്സ് ഇടും. അവരെ വീണ്ടും കോൾ ചെയ്യാനും അല്ലെങ്കിൽ വീണ്ടും ടെക്സ്റ്റ് ചെയ്യാനും ചിലപ്പോൾ ഓൺലൈൻ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് റിപ്ലൈ ഒന്നും ഉണ്ടാവില്ല. ഒരുപാട് ടൈം കഴിഞ്ഞ് ഒരു റിപ്ലൈ വരും. അപ്പോൾ നമ്മൾ വീണ്ടും അപ്പം തന്നെ മെസ്സേജ് വന്ന ഉടനെ തന്നെ പോയിട്ട് റിപ്ലൈ കിട്ടേണ്ട താമസം എന്നൊക്കെ പറയുന്ന പോലെ അപ്പോഴത്തെ ഒരു വീണ്ടും മെസ്സേജ് അയക്കുന്നു. അവർ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു. കുറേ സമയം കഴിച്ച് അടുത്ത് റിപ്ലൈ തരുന്നു. അപ്പോൾ അവർ നമ്മളെ അവോയ്ഡ് ചെയ്യുകയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ സെൽഫ് റെസ്പെക്റ്റിനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നുള്ളതാണ്. ലൈഫിൽ ഒരു പോയിന്റ് പോലെ ഞാനിതൊക്കെ ഓക്കെയാണ്, അവർക്ക് വേണ്ടിയല്ല എന്നൊക്കെ വിശ്വസിക്കുന്നതായിരുന്നു. ബട്ട് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്, നമ്മൾ ഒരിക്കലും ഇത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് എഫേർട്സ് ഇടേണ്ട ആവശ്യമില്ല. അവരുടെ ഓരോ റിപ്ലൈസിന് വേണ്ടി മണിക്കൂറുകളോളോ അല്ലെങ്കിൽ ദിവസങ്ങളോളോ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ചില ആൾക്കാരുണ്ട്, അവർ നിങ്ങളെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ടൈം ഗ്യാപ്പിൽ ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നു എന്നുള്ളത് അല്ലെങ്കിൽ കോൾ ചെയ്യുന്നു എന്നുള്ളത്. ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ അവരിങ്ങനെ ബിസിയാണെന്നൊക്കെ തോന്നിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവർ വേറെ ആരോടെങ്കിലും സംസാരിച്ചിട്ട് ആ ഒരു വൈബ് നഷ്ടപ്പെടുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മളുടെ അടുത്തേക്ക് വരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ മണ്ടന്മാരായിട്ട് വീണ്ടും അവർക്ക് നമ്മളിപ്പോഴും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവർ ബിസി ആയതുകൊണ്ടായിരിക്കും ഇത്രയും കാലം നമ്മൾ മൈൻഡ് ആക്കാതിരുന്നേ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും അവർക്ക് വേണ്ടി എഫേർട്സ് ഇടുന്നു, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. നമ്മളെ സെൽഫ് റെസ്പെക്റ്റ് ലൂസ് ചെയ്യുന്ന കുറേ ഇൻസിഡൻസ് ആണ് കേട്ടോ പറഞ്ഞേ. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ഏജിൽ തന്നെ കല്യാണം കഴിക്കുന്നതാണ്. ഓക്കെ, മാരേജ് ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്നൊക്കെ ഒരു ബോധ്യമില്ലാണ്ട് ചുമ്മാ ആ ഒരു യങ് ഏജിൽ തന്നെ മാരേജ് കഴിക്കുന്നതെന്നുള്ളത്. പ്രോപ്പറായ നോളജ് ഇല്ലാണ്ട് മാരി ചെയ്യാൻ പോകുന്ന ആളെക്കുറിച്ച് മനസ്സിലാക്കാണ്ട് ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അല്ലെങ്കിൽ ആ ചെറുപ്പത്തിൻ്റെ ആ ഒരു ആവേശത്തിലൊക്കെ വലിയൊരു ഡിസിഷൻ എടുക്കുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ പിന്നൊരു റീസണാണ് ഈ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. അതായത് ഈ ഒരു കാലത്തൊക്കെ ഫാമിലി മുന്നോട്ട് കൊണ്ട് പോകുക എന്നുള്ളത് വളരെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ അല്ലേ. അപ്പോൾ രണ്ടുപേരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാത്രമാണ് ഒരു മാരേജിലേക്ക് കിടക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റൻസ് അബ്യൂസാണ്. ഈ ഡ്രഗ്സൊക്കെ വലിച്ചു കയറ്റിയിട്ട് പാർട്ട്ണറിനെ ഉപദ്രവിക്കുക എന്നുള്ളത്, ഡൊമസ്റ്റിക് വയലൻസ്, സെക്ഷുവൽ അബ്യൂസ്, ഇമോഷണൽ ട്രോമ ആൻഡ് സം കൈൻഡ് ഓഫ് പെർവേഴ്സ് ബിഹേവിയർ. ആ ഡ്രഗിൻ്റെയൊക്കെ ഒരു എക്ടേഴ്സ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. പ്ലീസ് ഡോണ്ട് ഡു ദിസ്. നിങ്ങൾ ഈ ഡ്രഗ്സൊക്കെ കഴിച്ചിട്ട് സ്വയം നശിക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് വെച്ച് ബാക്കിയുള്ള ആൾക്കാരെ കൂടെ നശിക്കാനായിട്ട് എന്തിനാണ് ബാക്കിയുള്ള ആൾക്കാരെ വെറുതെ വിടുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡിവോഴ്സ് കൊടുക്കുമെന്നുള്ളതാണ്. കോമ്പാറ്റബിൾ അല്ലാന്ന് തോന്നുന്ന ആ ഒരു ടൈമിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. എത്ര പെട്ടെന്ന് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നോ അത്രയും ടൈം നിങ്ങൾക്ക് ഹീൽ ചെയ്യാനായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയൊക്കെയാണ് ഡിവോഴ്സിൻ്റെ റീസൺസ് ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ നമ്മളെ സൊസൈറ്റി ഡിവോഴ്സ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വരുന്നുള്ളതാണ്. ഇവരുടെയൊക്കെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തോ വലിയൊരു കുറ്റം ചെയ്ത പോലെയൊക്കെയാണ്. ആൾക്കാരെ കൊന്നാൽ പോലും ഇത്ര അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളതാണ്.
അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇവരോട് സഹതാപമൊക്കെയാണ്. എന്താണ്, അയ്യോ പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നതും ഒടുക്കത്തെ സഹതാപം ആക്ടിങ് ഒക്കെയാണ്. ചില ആൾക്കാർ പറയും, അയ്യോ മോളെന്തിരാ അല്ലെങ്കിൽ മോളെന്തിരാ ഇങ്ങനെ ഒരു ഡിസിഷനൊക്കെ എടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഒന്ന് പറഞ്ഞു തീർത്താൽ പോരെ, കുറേയൊക്കെ ക്ഷമിച്ചുകൂടെ, ഇതിലും വലിയ പ്രശ്നങ്ങളിലെ ആൾക്കാരില്ലേ, അവരൊക്കെ ജീവിക്കുന്നില്ലേ എന്നൊക്കെ. ഇത്രയും സ്ട്രെസ്സും സ്ട്രഗിൾസ് ആയി കഴിഞ്ഞിട്ടായിരിക്കും ഇവർ ആ ഒരു ഡിസിഷൻ എടുത്ത്. ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ള ആ ഒരു ഗതികേട് കൊണ്ടായിരിക്കും. എന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരെയൊക്കെ വെടിവെച്ച് കൊല്ലണ്ടേ. കുറച്ച് ടോക്സിക് ആയിപ്പോയല്ലേ. സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവർക്ക് എന്താണ് ഈ പറയുന്നത്. ചില ആൾക്കാരൊക്കെ, അതായത് പാർട്ട്ണറിന് ഈ പറഞ്ഞ ഡിവോഴ്സൊക്കെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അവരൊരിക്കലും ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടൈം കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, കുറച്ചല്ല നല്ലപോലെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള സ്ട്രെങ്ത്തൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അവരുടെ ആ ഒരു ഡിസിഷനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടാത്തതുകൊണ്ടാണ് അവർ ഡിവോഴ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ മുന്നോട്ട് വെച്ചത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ, ഒരു ലവ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഒരു ബ്രേക്കപ്പ് എന്നുള്ള ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട എന്നുള്ള ആ ഒരു ഫാക്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ തന്നെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. യെസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിവോഴ്സായിട്ടും റിലേഷൻഷിപ്പൊക്കെ ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്നിരുന്ന് ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് പറഞ്ഞ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ്, നിങ്ങൾ ഇതുവരെ ഈ ഒരു എപ്പിസോഡ് ഇതുവരെ കേൾക്കാനായിട്ടിട്ട ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ആ ഒരു എഫേർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. സോ യെസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമുക്ക് എല്ലാവർക്കും ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പും നല്ലൊരു വർക്ക് ലൈഫൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഈ വഴിയൊക്കെ ഇങ്ങനെ വരിക. എല്ലാ ഫ്രൈഡേയിലൊക്കെ എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു കഥകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്. കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്.